ഈ പെണ്ണ് തന്റെ ഹസ്ബൻഡിനോട് പ്രതികാരം ചെയ്യുന്നതിനായി അയാളുടെ ആദ്യ ഭാര്യയിലെ മകനെയും കൂട്ടി വില്ലേജ് സൈഡിലുള്ള ഒരു ഹോട്ടലിലേക്ക് വരുന്നു. അതിനുശേഷം ഒരു ദയയുമില്ലാതെ അവിടെ വെച്ച് ആ കുട്ടിയെ കൊല്ലുന്നു. നോക്കുമ്പോൾ അവളുടെ മുഖത്ത് അതിനെക്കുറിച്ച് ഓർത്ത് ഒരു സങ്കടവുമില്ല. അവൾ ഒരു തെളിവുമില്ലാതെ ആ സ്ഥലം ഫുള്ളായി ക്ലീൻ ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അവൾ എല്ലാ തെളിവും ഇല്ലാതാക്കിയെന്ന് വിചാരിക്കുമ്പോൾ കൊലപാതകത്തിന് ശേഷം യൂസ് ചെയ്ത റെക്കോർഡ് മറന്നു വെച്ചിരിക്കുന്നു. ഇപ്പോൾ ആ ഹോട്ടലിന്റെ ഓണർ ജെയ്സൺ ആ റൂം ക്ലീൻ ചെയ്യാനായി വരുമ്പോൾ ആ റെക്കോർഡിലുണ്ടായിരുന്ന രക്തക്കറ കണ്ട് ഷോക്കാവുന്നു. ഉടനെ അയാൾ ആ റൂം മുഴുവനും ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു. നോക്കുമ്പോൾ ആ റൂം ഫുള്ള് സംശയം തോന്നുന്ന രീതിയിൽ ക്ലീൻ ആക്കിയിരിക്കുന്നു. അതേസമയം ബാത്റൂമിൽ നിന്ന് ഭയങ്കരമായി ബ്ലഡിന്റെ സ്മെല്ലും വരുന്നു. അത് മാത്രമല്ല കണ്ണാടിയിൽ ഡീപ്പായി ക്ലീൻ ചെയ്തതിന്റെ അടയാളവുമുണ്ട്. അത് കണ്ടതും ജെയ്സൺ അവൾ എന്തോ നശിപ്പിക്കാൻ ചെയ്തതാണെന്ന് മനസ്സിലാവുന്നു. അടുത്ത നിമിഷം തന്നെ അയാൾ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുന്നു. നോക്കുമ്പോൾ ആ പെണ്ണ് തിരിച്ചു പോകുമ്പോൾ ആ കുട്ടിക്ക് പകരം വലിയൊരു സൂട്ട് കേസ് ആണ് കൊണ്ടുപോകുന്നത്. അത് കണ്ടതും ജെയ്സൺ ഷോക്കാവുന്നു. അതുകൊണ്ട് അയാൾ വേഗം തന്നെ പോലീസിനെ കോൾ ചെയ്യാനായി ഫോൺ എടുക്കുന്നു. അപ്പോഴാണ് അയാൾക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. ഏകദേശം 20 വർഷത്തിന് മുൻപ് അവരുടെ നാട്ടിലുള്ള മറ്റൊരു ഹോട്ടലിൽ ഒരു കൊലപാതകം നടന്നിരുന്നു. ആ ഹോട്ടലിന്റെ ഓണർ അത് റിപ്പോർട്ട് ചെയ്തതും പോലീസ് വേഗം തന്നെ കൊലയാളിയെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അപ്പോൾ മുതൽ ആ ഹോട്ടലിലേക്ക് ആരും വരാതാവുന്നു. അതുകൊണ്ട് ആ ഹോട്ടൽ ഓണറിന്റെ കുടുംബം ഫിനാൻഷ്യലി മാത്രമല്ലാതെ ചുറ്റുമുള്ളവർ കാരണം മാനസികമായും തകരുന്നു. ഒരു ഘട്ടത്തിൽ ഇതൊന്നും സഹിക്കാനാവാതെ അയാളുടെ വൈഫ് ആത്മഹത്യ ചെയ്യുന്നു. അതേസമയം ആ ഹോട്ടൽ ഓണർ മെന്റലി ഡൗൺ ആവുന്നു. ഇതൊന്നും തനിക്കും ഫാമിലിക്കും നടക്കാതിരിക്കുന്നതിനായി ജെയ്സൺ പോലീസിന് കോൾ ചെയ്യുന്നില്ല. അതിനുശേഷം അയാളും റൂം ഡീപ്പായി ക്ലീൻ ചെയ്ത് ആ പെണ്ണ് യൂസ് ചെയ്തിരുന്ന എല്ലാ സാധനങ്ങളും കത്തിച്ചു കളയുന്നു. തുടക്കത്തിൽ ആ ഇൻസിഡന്റ് മറക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. എന്നാലും ദിവസങ്ങൾ കഴിയുന്തോറും അയാൾ അത് കംപ്ലീറ്റ് ആയി മറന്ന് നോർമലായി ജീവിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ അയാൾക്ക് ആ പെണ്ണിന്റെ മുഖം പോലും ഓർമ്മയില്ല. പക്ഷെ വൈകാതെ തന്നെ അയാളുടെ കഷ്ടകാലം തുടങ്ങുന്നു. ഏകദേശം 1 വർഷം കഴിഞ്ഞ് അയാളുടെ ഹോട്ടലിന് മുന്നിൽ ഒരു റെഡ് കളർ വണ്ടി വന്ന് നിൽക്കുന്നു. നോക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്നത് ആ പെണ്ണാണ്. അവളെ കണ്ടതും ജെയ്സന് നടന്ന കാര്യങ്ങൾ പെട്ടെന്ന് മിന്നിമറയുന്നു. എന്നാലും അവളെ മനസ്സിലാകാത്തതുപോലെ ആക്ട് ചെയ്ത് റൂംസ് ഇല്ലെന്ന് പറഞ്ഞ് അവളെ തിരിച്ചയക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടെ വന്ന ജെയ്സന്റെ മകൾ റൂമുണ്ടെന്ന സത്യം പറയുന്നു. പക്ഷെ അതാണ് തന്റെ ജീവിതത്തിൽ ചെയ്ത വലിയ തെറ്റെന്ന് അവൾക്കറിയില്ല. കാരണം ആ പെണ്ണ് ഒരു കൊലപാതകം മാത്രമല്ല ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് അവൾ കൊല്ലുന്നത് ഒരു എന്റർടൈൻമെന്റ് ആയി കാണുന്ന സൈക്കോപാത്ത് സീരിയൽ കില്ലർ ആണെന്ന് മനസ്സിലാവുന്നത്. അവൾ തിരിച്ചു വന്നത് മുതൽ ജെയ്സൺ മാത്രമല്ല അയാൾക്ക് ചുറ്റുമുള്ള എല്ലാവരുടെയും ജീവിതം നരകമായി മാറുന്നു.